കർണാടകയിൽ ചില രാഷ്ട്രീയ നീക്കങ്ങൾ നടക്കുന്നുണ്ട്. കോൺഗ്രസിൽ പ്രതിസന്ധിയുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം മുഖ്യമന്ത്രി സ്ഥാനം വേണമെന്ന ആവശ്യം DK ശിവകുമാറും അദ്ദേഹവുമായി ബന്ധപ്പെട്ടവർ ഉന്നയിച്ചു തുടങ്ങിയിരിക്കുന്നു. തർക്കം രൂക്ഷമായതിന് പിന്നാലെ ഉപമുഖ്യമന്ത്രി DK ശിവകുമാറിനെ ചർച്ചയ്ക്കായി പ്രഭാത ഭക്ഷണത്തിന് ക്ഷണിച്ച് മുഖ്യമന്ത്രി സിദ്ധരാമയ്യ. ഹൈക്കമാൻഡിന്റെ നിർദ്ദേശപ്രകാരമാണ് കൂടിക്കാഴ്ച. എന്നാൽ നേതൃതർക്കത്തിൽ തന്റെ നിലപാടിൽ മാറ്റമില്ലെന്ന് സിദ്ധരാമയ്യ ആവർത്തിക്കുന്ന പശ്ചാത്തലം കൂടിയുണ്ട്. VR കാർത്തിക് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുകയാണ്. കാർത്തിക്, കോൺഗ്രസ് ഹൈക്കമാൻഡിന് ഒരു തീരുമാനമെടുക്കാൻ പറ്റുന്നില്ല. കാരണം രണ്ടുപേരും കർണാടക രാഷ്ട്രീയത്തിലെ അതിശക്തരായ നേതാക്കളാണ്, സംശയമില്ല. രണ്ടുപേരെയും പിണക്കിയാൽ അതുണ്ടാക്കാൻ പോകുന്ന പ്രത്യാഘാതം ചെറുതല്ല. എന്താണ് ഹൈക്കമാൻഡിന്റെ ഫോർമുല? സാധാരണ ഇത്തരം സമയത്തൊക്കെ പല സംസ്ഥാനങ്ങളിലും അടിപതർന്ന ഹൈക്കമാൻഡിനെയാണ് നമ്മൾ പലപ്പോഴും കാണുന്നത്. രഞ്ജിത്ത്, സമാനതകളില്ലാത്ത പ്രതിസന്ധിയാണ് കർണാടക കോൺഗ്രസിൽ കഴിഞ്ഞ രണ്ടാഴ്ചയായി ഉടലെടുത്തിരുന്നത്. അതിനൊരു പരിഹാരം ഇന്നുണ്ടാകുമോ എന്നതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനം, ഇന്ന് രാവിലെ മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ഉപമുഖ്യമന്ത്രി DK ശിവകുമാറുമായി കൂടിക്കാഴ്ച നടത്തുന്നു. അദ്ദേഹത്തെ പ്രഭാത ഭക്ഷണത്തിന് ക്ഷണിച്ചിരിക്കുന്നു. ആ പ്രഭാത ഭക്ഷണത്തിൽ പങ്കെടുക്കാൻ ശിവകുമാർ 9 മണിയോടെ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലെത്തും. ഒരു പ്രഭാത ഭക്ഷണം ഒരുമിച്ചിരുന്ന് കഴിക്കുന്നതിനപ്പുറത്തേക്ക് കന്നഡ രാഷ്ട്രീയത്തിൽ തന്നെ നിർണായകമായ ചർച്ചകളാണ് അവിടെ ഉണ്ടാവുക. സ്വാഭാവികമായും കഴിഞ്ഞ രണ്ടാഴ്ചക്കാലമായി കോൺഗ്രസിൽ ഉടലെടുത്തിരുന്ന അധികാര തർക്കം സംബന്ധിച്ച് ഒരു പരിഹാരം ഈ കൂടിക്കാഴ്ചയിൽ ഉണ്ടാകുമോ എന്നതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. ഹൈക്കമാൻഡിന്റെ നിർദ്ദേശമനുസരിച്ചാണ് ഇത്തരത്തിൽ സിദ്ധരാമയ്യ DK ശിവകുമാറുമായി ഒരു ചർച്ചയ്ക്ക് തയ്യാറായിരിക്കുന്നത്. സ്വാഭാവികമായും എന്ത് വിട്ടുവീഴ്ചകൾക്ക് DK ശിവകുമാർ തയ്യാറാകും? അതോ സിദ്ധരാമയ്യ DK ശിവകുമാർ വിഭാഗം നേരത്തെ ആവശ്യപ്പെട്ടതുപോലെ ഒരു നേതൃമാറ്റത്തിന് തയ്യാറാകുമോ? ഇതടക്കമുള്ള കാര്യങ്ങളാണ് കന്നഡ രാഷ്ട്രീയവും ഒപ്പം ഇന്ത്യൻ രാഷ്ട്രീയവും ഉറ്റുനോക്കുന്നത്. ഇത് ഏറെ പ്രധാനമാണ്. കാരണം 135 MLA-മാരാണ് കോൺഗ്രസിന് കർണാടകയിൽ ഉള്ളത്. ഇതിൽ 70-ലധികം MLA-മാരുടെ പിന്തുണ സിദ്ധരാമയ്യയ്ക്ക് ഉണ്ട്. അവർ സിദ്ധരാമയ്യയോടൊപ്പം ഉറച്ചു നിൽക്കുന്നവരാണ്. പക്ഷെ അപ്പോഴും മറ്റുള്ളവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരു നേതൃമാറ്റം, ആ ആവശ്യം നേരത്തെ തന്നെ പല ഘട്ടങ്ങളിൽ DK ശിവകുമാർ ക്യാമ്പ് നേരിട്ടും അല്ലാതെയും ഉന്നയിച്ചതുമാണ്. 2023 അധികാരത്തിലെത്തുമ്പോൾ ഇത്തരത്തിൽ ഒരു ഫോർമുലയുണ്ടായിരുന്നു. അതായത് ആദ്യ 2.5 വർഷക്കാലം ഒരാളും ബാക്കി 2.5 വർഷക്കാലം മറ്റൊരാളും മുഖ്യമന്ത്രിയാവുക എന്നത്. ആ ഘട്ടത്തിൽ തന്നെ മുഖ്യമന്ത്രി സ്ഥാനത്തിന് ആദ്യ ടേം തനിക്ക് നൽകണമെന്നൊരു അവകാശവാദം DK ശിവകുമാർ ഉന്നയിച്ചതാണ്. അന്ന് അത് വലിയ തോതിലുള്ള വിവാദങ്ങൾക്ക് വഴിവെക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ആ ഘട്ടത്തിലെല്ലാം തന്നെ ആദ്യം മുഖ്യമന്ത്രി സ്ഥാനം തനിക്ക് വേണമെന്ന സിദ്ധരാമയ്യയുടെ ആവശ്യത്തോട് ഒടുവിൽ സോണിയാഗാന്ധിയുടെ അഭ്യർത്ഥന പ്രകാരം DK ശിവകുമാർ വഴങ്ങുന്ന കാഴ്ചയായിരുന്നു അന്ന് കണ്ടത്. മാത്രമല്ല ആ ഘട്ടത്തിലെല്ലാം തന്നെ CBI-യുടെയും ED-യുടെയും ഒക്കെ അന്വേഷണ പരിധിയിൽ ആയിരുന്നു DK ശിവകുമാർ. ലീഗലായി ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച ശേഷം 2.5 വർഷം കഴിയുമ്പോൾ നേതൃമാറ്റം സംബന്ധിച്ച് DK ശിവകുമാറിന് അധികാരത്തിലെത്താം എന്നൊരു ഫോർമുലയാണ് അന്ന് ഉണ്ടാക്കിയത് എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. അത്തരത്തിലൊരു ഫോർമുല ഉണ്ട് എന്ന് വ്യക്തമാക്കുന്നതാണ് DK ശിവകുമാർ ക്യാമ്പിൻ്റെ പ്രതികരണങ്ങളും. ഏതായാലും ഇന്ന് ഈ പ്രഭാത ഭക്ഷണത്തിൽ ഒരു രാഷ്ട്രീയ സമവാക്യം ഉണ്ടാകുമോ എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്. എന്ത് വിട്ടുവീഴ്ചകൾക്കും DK ശിവകുമാർ തയ്യാറാണ് എന്ന് നേരത്തെ തന്നെ പല റിപ്പോർട്ടുകളും ഉണ്ടായിരുന്നു. പക്ഷേ മുഖ്യമന്ത്രി പദം വിട്ടുകൊടുത്തുകൊണ്ടുള്ള ഒരു വിട്ടുവീഴ്ചയ്ക്ക് ഇല്ല എന്നും എല്ലാ ഘട്ടത്തിലും DK ശിവകുമാർ ക്യാമ്പ് വ്യക്തമാക്കിയിരുന്നു. നേരത്തെ മല്ലികാർജ്ജുൻ ഖർഗെയുമായി അടക്കമുള്ള ചർച്ചകളിൽ മല്ലികാർജ്ജുൻ ഖർഗെയുടെ മകനെ ഉപമുഖ്യമന്ത്രിയാക്കിക്കൊണ്ടുള്ള ഒരു ഫോർമുല അടക്കം അംഗീകരിക്കുന്ന രീതിയിലേക്ക് ഒരു ഘട്ടത്തിൽ ചർച്ചകൾ വന്നിരുന്നു. എന്തായാലും ഉപമുഖ്യമന്ത്രി പദം ഒന്നിലധികം പേർക്ക് നൽകിക്കൊണ്ട് അത്തരത്തിൽ എന്ത് തരം ഫോർമുലകൾക്കും താൻ തയ്യാറാണ്. പക്ഷേ മുഖ്യമന്ത്രി പദം വേണം എന്നൊരു നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് DK ശിവകുമാർ. അവിടെയാണ് ഇന്നലെ സോണിയാഗാന്ധിയുടെ നേരത്തെ പ്രധാനമന്ത്രി സ്ഥാനം ത്യജിച്ചതുമായി ബന്ധപ്പെട്ടുള്ള പ്രസ്താവനയൊക്കെ DK ശിവകുമാറിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. അതെന്തിൻ്റെയെങ്കിലും സൂചനയായി കാണുന്നുണ്ടോ കാർത്തിക്? കാരണം മുഖ്യമന്ത്രി സ്ഥാനം ഒരുപക്ഷെ നിലപാടിൽ നിന്ന് അല്പമൊന്ന് പിന്നോട്ട് പോകുന്നു എന്ന് കാണാൻ സാധിക്കുമോ? 2004 UP അധികാരത്തിലെത്തിയപ്പോൾ സോണിയാഗാന്ധിക്ക് പ്രധാനമന്ത്രിയാകാമായിരുന്നു. പക്ഷേ അപ്പോൾ സ്ഥാനത്യാഗം ചെയ്തു. ഇത് ഓർമ്മിപ്പിക്കുന്നു DK ശിവകുമാർ. DK ശിവകുമാർ ബാംഗ്ലൂരിൽ നടന്ന ചടങ്ങിൽ ഇത്തരമൊരു പരാമർശം നടത്തിയത് സജീവ ചർച്ചയായിരിക്കുകയാണ്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ ചില റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. അത് 3 വർഷം തന്നെ മുഖ്യമന്ത്രിയായി തുടരാൻ അനുവദിക്കണം എന്ന് സിദ്ധരാമയ്യ ഒരു ആവശ്യം മുന്നോട്ട് വെച്ചുവെന്നും അതിനോട് ഒരുപക്ഷെ ചില വിട്ടുവീഴ്ചകൾക്ക് തയ്യാറായേക്കും എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. അതിന് പിന്നാലെയാണ് ഈ പ്രതികരണം എന്നതും ഏറ്റവും ശ്രദ്ധേയമാണ്. നവംബർ 20, അതായത് 2003 കോൺഗ്രസ് സർക്കാർ കർണാടകയിൽ അധികാരത്തിലെത്തിയിരിക്കുന്നു. ഈ നവംബർ 20, കഴിഞ്ഞ നവംബർ 20 2.5 വർഷം എന്ന ആദ്യ ടേം പൂർത്തിയായിരിക്കുന്നു. ആ 2.5 വർഷം പൂർത്തിയാകുമ്പോൾ സ്വാഭാവികമായും നേരത്തെ പറഞ്ഞ വാക്ക് പാലിക്കണം എന്ന ഒരു ഒളിയമ്പ് അത് ട്വിറ്ററിൽ പരസ്യമായി പോസ്റ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ് DK ശിവകുമാർ വ്യക്തമാക്കിയത്. വാക്കാണ് ഏറ്റവും വലിയ ശക്തിയെന്നും. പക്ഷേ അതിന് ശക്തമായ മറുപടി അതേ നാണയത്തിൽ തന്നെ DK ശിവകുമാറും
നൽകിയിരുന്നു പോസ്റ്റ് വഴി എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. ജനങ്ങൾക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നൽകുന്നതാണ്, അതാണ് ശരിയായ വാക്ക് എന്ന തരത്തിൽ ശിവകുമാറിന് പരോക്ഷമായൊരു മറുപടി സിദ്ധരാമയ്യ നൽകിയിരുന്നു. പക്ഷേ അതിലെല്ലാം തന്നെ വ്യക്തമാകുന്നത് നിലവിൽ സാഹചര്യങ്ങൾ കോൺഗ്രസിനുള്ളിൽ കലുഷിതമാണ്. അത് എങ്ങനെ പരിഹരിക്കും? നേരത്തെ തന്നെ പല ഘട്ടങ്ങളിലായി ഹൈക്കമാൻഡുമായി ചർച്ചകൾ നടത്തിയിരുന്നു. ഇന്നലെ രാത്രി DK ശിവകുമാർ ഡൽഹിയിലേക്ക് പോകാൻ നിശ്ചയിച്ചിരുന്നതാണ്. പക്ഷേ ആ യാത്ര മാറ്റിവെച്ചു. ആ യാത്ര മാറ്റിവെച്ചുകൊണ്ട് സോണിയാഗാന്ധിയും മല്ലികാർജ്ജുൻ ഖർഗെയും പറഞ്ഞതനുസരിച്ച് ഒരു ചർച്ചയ്ക്ക് സിദ്ധരാമയ്യ തയ്യാറായിരിക്കുന്നു. സിദ്ധരാമയ്യയും ഇന്നലെ പ്രതികരിച്ചതാണ്, ഹൈക്കമാൻഡ് ഒരു ബ്രേക്ക്ഫാസ്റ്റ് ചർച്ചകൾക്ക് ആവശ്യപ്പെട്ടിട്ടുണ്ട്, അതിനനുസരിച്ച് താൻ അതിന് തയ്യാറായിരിക്കുന്നു എന്നാണ് സിദ്ധരാമയ്യയും പ്രതികരിച്ചത്. സ്വാഭാവികമായും ഈ ചർച്ചകളിൽ എന്ത് തരം ഫോർമുലകളാണ് ഉരുത്തിരിയുന്നത്? ആ ഫോർമുലകളിൽ കോൺഗ്രസിൽ നിലവിൽ മുഖ്യമന്ത്രി പദത്തിനായുള്ള അധികാര വടംവലി അവസാനിക്കുമോ എന്നാണ് ഏറ്റവും നിർണായകം. രഞ്ജിത്ത്, അതിൽ ഏറ്റവും ശ്രദ്ധേയമായത് ഡിസംബർ 1-ന് പാർലമെന്റ് സമ്മേളനം തുടങ്ങുകയാണ്. അതോടൊപ്പം തന്നെ ഡിസംബർ 8-ന് കർണാടക നിയമസഭയിൽ ശീതകാല സമ്മേളനം ആരംഭിക്കുകയുമാണ്. സ്വാഭാവികമായും അതിനു മുമ്പ് തന്നെ ഈ പ്രശ്നം പരിഹരിക്കേണ്ടത് കോൺഗ്രസിന് അനിവാര്യമാണ്. നിലവിലെ സാഹചര്യം മുതലെടുക്കാൻ BJP എല്ലാ നീക്കങ്ങളും ആരംഭിച്ചു കഴിഞ്ഞു. അവിശ്വാസ പ്രമേയം അടക്കം കൊണ്ടുവരുന്ന കാര്യങ്ങളടക്കം BJP ക്യാമ്പിൽ സജീവ ചർച്ചയാണ്. മാത്രമല്ല, കഴിഞ്ഞ ദിവസം ഈ സിദ്ധരാമയ്യ അനുകൂലികളുടെ ഒരു വാദമെന്ന് പറയുന്നത് എന്താണ്, ഒരു BJP അനുകൂല നിലപാട് ഉണ്ടാകുന്നു ഇതുമായി ബന്ധപ്പെട്ട് DK ശിവകുമാറിന്റെ ഭാഗത്തു നിന്ന് എന്നൊക്കെയാണ്. അത്തരം ചില നീക്കങ്ങൾ സ്വാഭാവികമായി BJP നടത്തും. കാരണം നമുക്കറിയാം, ദക്ഷിണേന്ത്യയിൽ കോൺഗ്രസിന് അധികാരമുള്ള ഒരു 2 സംസ്ഥാനങ്ങളിൽ ഒന്നാണ്. BJPയുടെയും ശക്തി കേന്ദ്രമാണ്. BJPയിൽ നിന്ന് കോൺഗ്രസ് ഭരണം പിടിക്കുകയായിരുന്നു. അവിടെ DK ശിവകുമാർ അവർക്ക് നല്ലൊരു ക്യാച്ചാണ്. അതിനുള്ള സാധ്യതകൾ എന്തെങ്കിലും ഉണ്ടോ? അത്തരം നീക്കങ്ങളുണ്ടോ കാർത്തിക്? സ്വാഭാവികമായും സമ്മർദ്ദതന്ത്രങ്ങൾ അത്തരത്തിൽ DK ശിവകുമാർ ക്യാമ്പിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകാം. പക്ഷേ അപ്പോഴും പ്രതീക്ഷ നൽകുന്നത് നേരത്തെ പല ഘട്ടങ്ങളിലും വിട്ടുവീഴ്ചകൾക്ക് DK ശിവകുമാർ തയ്യാറായിരുന്നു എന്നാണ്. പക്ഷേ അപ്പോഴും PCC പ്രസിഡന്റ് അടക്കം PCC പ്രസിഡന്റ് ഉപമുഖ്യമന്ത്രി പദം ഇതെല്ലാം വാങ്ങിക്കൊണ്ടാണ് ഒരു വിട്ടുവീഴ്ചകൾക്ക് തയ്യാറായത്. പക്ഷേ ഈ ഘട്ടത്തിൽ അത്തരമൊരു വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകുമോ എന്നത് കണ്ടു തന്നെ അറിയണം. പക്ഷേ ശിവകുമാർ ക്യാമ്പിനെതിരെ സിദ്ധരാമയ്യ പക്ഷം പ്രധാനമായി ഉന്നയിക്കുന്നത് ഇതുപോലെയൊരു മൃദു സമീപനമാണ്. നേരത്തെ നമുക്കറിയാം, കർണാടക നിയമസഭയിലടക്കം ഗണഗീതം പാടിക്കൊണ്ടുള്ള DK ശിവകുമാറിൻ്റെ പ്രസംഗമുണ്ടായിരുന്നു. അതൊരു വലിയ വിവാദമാവുകയും ചെയ്തു. അത് BJP വലിയ തരത്തിൽ ആയുധമാക്കുകയും ചെയ്തു. അങ്ങനെ പല ഘട്ടങ്ങളിലും ഒരു മൃദു സമീപനം സ്വീകരിക്കുന്ന തരത്തിൽ DK ശിവകുമാറിൻ്റെ ഭാഗത്തു നിന്നുള്ള പെരുമാറ്റങ്ങൾ വ്യാഖ്യാനിക്കപ്പെട്ടു. അത് ശക്തമായ ആയുധമാക്കി സിദ്ധരാമയ്യ പക്ഷം ഉപയോഗിക്കുകയും ചെയ്തു. അതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഇപ്പോഴും ഹൈക്കമാൻഡിന് മുന്നിൽ സിദ്ധരാമയ്യ അദ്ദേഹത്തെ അനുകൂലിക്കുന്നവരും എത്തുന്നത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. സ്വാഭാവികമായും ആ വിമർശനങ്ങളെല്ലാം ഉണ്ട്. ആ വിമർശനങ്ങൾ മറികടന്നുകൊണ്ട് ആ വിമർശനങ്ങൾ ആ അർത്ഥത്തിൽ ഹൈക്കമാൻഡ് കണക്കിലെടുക്കുമോ അതോ അത് പരിഗണിച്ചുകൊണ്ടുള്ള തീരുമാനമുണ്ടാകുമോ എന്നതൊക്കെ വരും മണിക്കൂറുകളിൽ തന്നെ കണ്ടറിയണം. എന്തായാലും 2023 അധികാരത്തിലെത്തുമ്പോൾ ആ 6 നേതാക്കൾ, അതായത് KC വേണുഗോപാൽ, സുർജേവാല അടക്കമുള്ള 6 നേതാക്കൾ ഹൈക്കമാൻഡ് അടച്ചിട്ട മുറിയിൽ ഇത്തരത്തിൽ 6 നേതാക്കൾ ഒരു ചർച്ച നടത്തിയിരുന്നു. ആ ചർച്ചയിൽ ഒരു ഫോർമുല ഉരുത്തിരിഞ്ഞു. ആ ഫോർമുലയിൽ മുഖ്യമന്ത്രി പദം പങ്കിടുക എന്നുള്ളതാണ്. 2.5 വർഷം സിദ്ധരാമയ്യ, അതിനുശേഷം 2.5 വർഷം DK ശിവകുമാർ. ആ വാക്ക് പാലിക്കണം എന്ന നിലപാടിൽ തന്നെയാണ് DK ശിവകുമാർ പക്ഷം ഇപ്പോഴും ഉള്ളതെന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ കഴിഞ്ഞ ദിവസത്തെ പ്രതികരണങ്ങൾ അനുസരിച്ച് ഒരു പക്ഷേ സിദ്ധരാമയ്യയ്ക്ക് 3 വർഷത്തെ കാലാവധി തേക്കാൻ ഒരു വിട്ടുവീഴ്ചകൾക്ക് DK ശിവകുമാർ ക്യാമ്പ് തയ്യാറാകുമോ എന്ന് വരും മണിക്കൂറുകളിൽ അറിയാം. അതാണ് സാഹചര്യം. ഏതായാലും നമുക്ക് കാത്തിരുന്ന് കാണാം കർണാടകയിലെ പ്രതിസന്ധി കോൺഗ്രസിന് പരിഹരിക്കാനാകുമോ എന്നത്.